നമസ്കാരം. മാസങ്ങളായി തിഹാർ ജയിലിൽ വിചാരണ തടവുകാരനായി കിടക്കുന്ന ആം ആദ്മി എം പി സഞ്ജയ് സിംഗിന് ചെറിയൊരാശ്വാസമായി ഒരു കോടതി വിധി. വിധി പക്ഷേ സിംഗ് തടവിലിടപ്പെട്ട കേസിലല്ലെന്ന് മാത്രം. രാജ്യസഭാംഗം എന്ന നിലയിൽ കാലാവധി അവസാനിക്കുന്ന സഞ്ജയ് സിംഗിന് വീണ്ടും മത്സരിക്കാൻ സമർപ്പിക്കേണ്ട സ്ഥാനാർത്ഥിത്വത്തിനുള്ള ഫോമുകളിലും രേഖകളിലും ഒപ്പിടാനാണ് പ്രാദേശിക കോടതി അനുമതി നൽകിയത്. രാജ്യസഭാംഗം എന്ന നിലയിലുള്ള തൻ്റെ കാലാവധി ജനുവരി 27-ന് അവസാനിക്കുമെന്ന് കാണിച്ച് സിംഗ് അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്നാണ് പ്രത്യേക ജഡ്ജി MK നാഗ്പാൽ അപേക്ഷ അംഗീകരിച്ചത്. തെരഞ്ഞെടുപ്പിനും നാമനിർദ്ദേശ പത്രികകൾക്കും ജനുവരി 2-ന് റിട്ടേണിംഗ് ഓഫീസർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജനുവരി 9-നകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സഞ്ജയ് സിംഗ് അപേക്ഷ സമർപ്പിച്ചത്. നോമിനേഷൻ ആവശ്യമായ രേഖകളിൽ ഒപ്പിടാൻ അനുവദിക്കുന്നതിന് തിഹാർ ജയിൽ സൂപ്രണ്ടിൻ്റെ അനുമതി തേടിയാണ് സിംഗിൻ്റെ അപേക്ഷ. വ്യാഴാഴ്ച പുറപ്പെടുവിച്ച കോടതി ഉത്തരവിൽ 2024 ജനുവരി 6-ന് ജയിൽ അധികാരികൾ മുമ്പാകെ രേഖകൾ ഹാജരാക്കാൻ സിംഗിൻ്റെ അഭിഭാഷകനെ അനുവദിക്കണമെന്ന് ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. പ്രസ്തുത രേഖകളിൽ സിംഗിൻ്റെ ഒപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 2024 ജനുവരി 6-ന് ജയിൽ അധികാരികൾക്ക് മുന്നിൽ പ്രതികളുടെ അഭിഭാഷകൻ രേഖകൾ ഹാജരാക്കിയാൽ പ്രസ്തുത രേഖകളിൽ പ്രതിയുടെ ഒപ്പ് ചാർത്താൻ വേണ്ട ക്രമീകരണങ്ങൾ ജയിൽ സൂപ്രണ്ട് ഉറപ്പുവരുത്തണം. കൂടാതെ അദ്ദേഹത്തെ കാണാൻ അഭിഭാഷകനെ അനുവദിക്കുകയും വേണം. പ്രസ്തുത നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യാൻ അരമണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ അനുവദിക്കണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ഒക്ടോബർ 4-ന് കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ഏജൻസിയാണ് സിംഗിനെ അറസ്റ്റ് ചെയ്തത്. ഡൽഹിയിലെ വിവാദമായ എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും സഞ്ജയ് സിംഗ് നിർണായക പങ്കുവഹിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചു. സാമ്പത്തിക നേട്ടത്തിന് പകരമായി ചില മദ്യനിർമ്മാതാക്കൾക്കും മൊത്തക്കച്ചവടക്കാർക്കും ചില്ലറ വ്യാപാരികൾക്കും നേട്ടമുണ്ടാക്കാൻ സിംഗ് സഹായിച്ചുവെന്നാണ് ED ആരോപിക്കുന്നത്. എന്നാൽ സിംഗ് ഈ ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ചു. സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ മദ്യനയത്തിൻ്റെ ഭാഗമായി 600-ലധികം സ്വകാര്യ മദ്യശാലകൾ അനുവദിക്കാൻ വഴിയൊരുക്കിയതോടെയാണ് അത് വിവാദത്തിലായത്. വിവാദം ശക്തമായതോടെ സർക്കാർ മദ്യനയം ചുരുട്ടിക്കെട്ടിയെങ്കിലും അതിന്മേൽ കോടികൾ മറിഞ്ഞിട്ടുണ്ടെന്ന് EDയും CBIയും അന്വേഷണത്തിൽ ആരോപിച്ചതോടെയാണ് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗ് MPയും അറസ്റ്റിലായത്. ഇതേ കേസിൽ 3 തവണ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയെങ്കിലും EDക്ക് മുന്നിൽ ഹാജരാകാതെ അദ്ദേഹം ഒഴിഞ്ഞുമാറുകയാണ്. പൊതുപ്രവർത്തകരുടെ അഴിമതി ഒരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന പാർട്ടിയിലെ മുൻനിര നേതാക്കൾ തന്നെ മദ്യശാലകൾ അനുവദിച്ചതിൻ്റെ പേരിൽ അഴിമതി ആരോപണം നേരിട്ട് ജയിലിൽ കഴിയേണ്ടി വരുന്നതാണ് ഡൽഹി രാഷ്ട്രീയത്തിലെ വർത്തമാനകാല ചിത്രം. എന്തായാലും ജയിലിൽ കിടന്ന് മത്സരിച്ച് വീണ്ടും രാജ്യസഭാംഗമാകാനുള്ള അവസരമൊരുങ്ങുന്നതിൽ സഞ്ജയ് സിംഗിന് അല്പമൊന്ന് ആശ്വസിക്കാമെന്ന് മാത്രം.